ഏത് നല്ല കാര്യത്തെയും പരിഹസിക്കുന്നവരാണല്ലോ നമ്മുടെ പ്രതിപക്ഷം. ഓർമ്മയില്ലേ കിഫ്ബിയുടെ കാര്യം വന്നപ്പോൾ? കിഫ്ബി നാടിന് നല്ലത് മാത്രമല്ലേ ചെയ്യൂ. വികസനത്തിന് വേണ്ടി ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയായിരുന്നില്ലേ? പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് പ്രത്യേകിച്ചും. പക്ഷെ എത്ര വലിയ പരിഹാസമായിരുന്നു, എത്ര കണ്ട് പുച്ഛിക്കലായിരുന്നു, എത്ര കടുത്ത എതിർപ്പായിരുന്നു. അതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം. ഇത് പരസ്യമായി പറയാതെയാണ് ശ്രമം ആരംഭിച്ചത്. ബി.ജെ.പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSനെയും BJPയെയും മതനിരപേക്ഷതയുടെ വിളനിലമായ കേരളം അംഗീകരിക്കുന്നില്ല. കേരളം തകരട്ടെ എന്ന് ചിന്തിച്ച BJPയും ഇവിടെയുള്ള UDFും എന്ത് വ്യത്യാസം? ഒരേ മനോഭാവം, കേരളത്തിനെതിരെയുള്ള ഒരേ മനോഭാവം. 2021 LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതേവരെയുള്ള ചരിത്രം തിരുത്തിയാണത്. അതേവരെയുള്ള ചരിത്രം നിലവിലുള്ള ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പരാജയപ്പെടുകയും ഭരണത്തിലില്ലാത്ത മുന്നണി ഭരണത്തിലേറുകയും ചെയ്യുന്നതായിരുന്നു. അതിനാണ് ജനങ്ങൾ തിരുത്തൽ വരുത്തിയത്. ആ തിരുത്തൽ കൊണ്ടാണ്, അല്ലെങ്കിൽ തുടർഭരണം LDFന് സമ്മാനിച്ചതുകൊണ്ടാണ് ലോകം ശ്രദ്ധിക്കുന്ന പദവിയിലേക്ക് നമ്മുടെ നാടുയർന്നത്. 2021 ഗവൺമെന്റിന്റെ ആദ്യത്തെ അജണ്ട തന്നെ നമ്മുടെ നാടിനെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്നായിരുന്നു. ഇവിടെ നമ്മുടെ രാജ്യം എടുക്കുക, ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. സാമ്പത്തികമായി നമ്മളെക്കാളും നല്ല ശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരമൊരു കാര്യം ആലോചിച്ചോ? പോട്ടെ, നേരത്തെ ആലോചിച്ചില്ല. കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന വാർത്ത പുറത്തു വന്നല്ലോ. അതിനുശേഷം ആരെങ്കിലും ആലോചിച്ചോ? അപ്പോൾ എന്താണ് കേരളത്തെ വേറിട്ട് നിർത്തുന്നത്? കേരളത്തെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയും തുറന്നു വരുന്ന ആഗോളവൽക്കരണ നയമല്ല LDF തുടരുന്നത്. തീർത്തും ബദലായൊരു നയമാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും ആഗോളവൽക്കരണ നയത്തിൽ പ്രധാന സ്ഥാനം കോർപ്പറേറ്റുകൾക്കാണ്. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. എന്നാൽ LDF അതല്ല. LDF പാവപ്പെട്ടവരെ കണ്ടുകൊണ്ട് നടപടിയാണ്, നിലപാടാണ്. എല്ലാ കാര്യത്തിലും ബദൽ നയമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ രീതിയിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഉയരാൻ കഴിഞ്ഞത്. ഇതൊരു ഭാഗം. നമുക്ക് 2016 LDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള കേരളത്തിൻ്റെ അവസ്ഥ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മാത്യു ടി തോമസ്
പദ്ധതികളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു അന്ന്? നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ. കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടങ്ങളിലും എത്തുമ്പോൾ നമ്മൾ അറിയാതെ മൂക്കമർത്തി പിടിച്ചു പോവുകയാണ്. കാരണം ദുർഗന്ധം. വഴിയോരങ്ങളിൽ വല്ലാത്ത മാലിന്യ കൂമ്പാരം. നിത്യകാഴ്ചയായിരുന്നില്ലേ അത്? നമ്മൾ മലയാളികൾ രണ്ടു നേരം കുളിക്കുന്നവരാണ്, വലിയ സംസ്കാര സമ്പന്നരാണ്, വൃത്തിയും വെടിപ്പും കാര്യമായി സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ചില തെറ്റായ ശീലങ്ങൾ നമുക്ക് ആ കാലത്തുണ്ടായിരുന്നല്ലോ. വീട്ടിലെ മാലിന്യം ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ആരാൻ്റെ പറമ്പിലേക്ക് എറിയുക, വഴിക്കെറിയുക, ഇതൊക്കെ ആ കാലത്തൊരു സ്വഭാവമായിരുന്നല്ലോ. ഇതിന് പരിഹാരം കാണണമെന്ന് ഗവൺമെൻറ് ആലോചിച്ചല്ലോ. അതിൻ്റെ ഭാഗമായല്ലേ ലൈഫ് മിഷൻ, ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഹരിത കേരള മിഷൻ നമ്മുടെ നാടിന് വരുത്തിയ മാറ്റം നോക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ ഇടപെട്ട് മാലിന്യനിർമ്മാർജ്ജനത്തിന് തുറന്ന പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ. വലിയ ബോധവൽക്കരണം നടന്നല്ലോ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കേരളം ഇങ്ങോട്ട് വരുന്ന ആരും സന്തോഷിക്കുന്നൊരു നാടായി മാറിയില്ലേ? ഇന്നെവിടെയെങ്കിലും മാലിന്യ കൂമ്പാരം കാണാനുണ്ടോ? വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന കഥല അവസാനിച്ചില്ലേ? നമ്മുടെ തന്നെ മാലിന്യം വലിച്ചെറിയൽ രീതിക്ക് മാറ്റം വന്നില്ലേ? നമ്മുടെ ഹരിതകർമ്മസേന നടത്തുന്ന പ്രവർത്തനം എത്ര സ്തുത്യർഹമാണ്. ഇതെല്ലാം നടപ്പാകുമ്പോൾ ആ നടന്നു പോകുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ. പക്ഷെ ഇത്തരത്തിൽ നാട് മാറുന്നത് എന്തുകൊണ്ട്? LDF ഉണ്ടായതുകൊണ്ടല്ലേ. LDF അല്ലെങ്കിൽ ഈ മാറ്റം ഉണ്ടാവുമോ? LDF ആണല്ലോ ഈ മാറ്റം കൊണ്ടുവന്നത്. നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ ഇത്രത്തോളം താല്പര്യം മറ്റാര് പ്രകടിപ്പിക്കും? നാടിനോടുള്ള പ്രതിബദ്ധതയല്ലേ പ്രശ്നം. ജനങ്ങൾ ഇതിനാണല്ലോ ഉത്തരം പറയുന്നത്. ഇതുകൊണ്ട് LDF തന്നെ എന്നതാണല്ലോ ജനങ്ങൾ നൽകുന്ന ഉത്തരം. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നവർ പതിനായിരങ്ങൾ. 2016 ഞങ്ങൾ ഗവൺമെൻറ് രൂപീകരിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്നതിന് ശേഷം കണ്ട കാഴ്ച, ഓരോ ദിവസവും കുറേ ആളുകൾ വരും. അവരിൽ ഭൂരിഭാഗം പേരുടെയും ആവശ്യം വീട് വേണമെന്നുള്ളതാണ്. ഇത് നിത്യം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് സഹായിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട്, ഇതൊരു പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ, അതെന്താണ് അതിന് പരിഹാര മാർഗമെന്ന് ആലോചിക്കണ്ടേ എന്ന് ചർച്ച ചെയ്യാനിടയായി. ആ ചർച്ചയിലൂടെയാണ് ലൈഫ് മിഷൻ എന്ന ആശയം രൂപമെടുക്കുന്നത്. ആശയം രൂപമെടുത്തതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ചർച്ച ചെയ്തു. ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം അത് അംഗീകരിച്ചു. LDF ആഗ്രഹിക്കുന്നൊരു കാര്യം,
എന്ന നിലക്ക് LDFന്റെ അംഗീകാരവുമായി. നമ്മുടെ കേരളത്തിൽ 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ചെറിയ തുകയാണ് അക്കാലത്ത് വീട് നിർമ്മിക്കാൻ. അതുകൊണ്ട് വീടൊന്നും ആവില്ല. ഒരു 4 ലക്ഷം രൂപ ഒരു വീടിന്. എല്ലാ പദ്ധതികളും കൂടി യോജിപ്പിക്കുക, ഒറ്റ പദ്ധതിയായി നടപ്പാക്കുക. കേന്ദ്ര ഗവൺമെൻറ്റും ഇതുമായി സഹകരിക്കണം. കേന്ദ്രത്തിൻ്റെ പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാമെന്ന് അവരോടും പറഞ്ഞു. 4 ലക്ഷത്തിൻ്റെ വീട്, നല്ല വീട്. പക്ഷേ 2021 മുഴുവനായില്ല. നല്ല നിലക്ക് മുന്നോട്ട് പോയി. പക്ഷേ 5 ലക്ഷം തികയാൻ നല്ലതുപോലെ ബാക്കിയുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് നേരുമ്പോൾ UDF ഒരു കാര്യം പറഞ്ഞു. UDFന്റെ കൺവീനർ പറഞ്ഞു, തെരഞ്ഞെടുപ്പാണല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ജനങ്ങൾ LDFന് തുറന്നുള്ള അധികാരമേൽപ്പിച്ചു, തുടർ ഭരണമേൽപ്പിച്ചു. ഇപ്പോൾ UDF ആയിരുന്നു വന്നതെങ്കിൽ ആ ലൈഫ് മിഷനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. LDFനെ തുടർ ഭരണമേൽപ്പിച്ചതുകൊണ്ട് ശരിയായ വഴിക്കത് മുന്നോട്ട് പോയി. നമ്മുടെ കേരളത്തിലെ 5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി. അവിടെ ആള് താമസിക്കുകയാണ്. ഒരു കുടുംബത്തിൽ 4 പേരെന്നെടുക്കുക ശരാശരി. അപ്പോൾ 20 ലക്ഷം പേര് ഇങ്ങനെയൊരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ദിവസം മുതൽ അവർ ഒരു പ്രത്യേക ആളായി മാറുകയാണ്. വല്ലാത്തൊരു അഭിമാനബോധം, എൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു എന്ന. വൻതോതിൽ ആളുകളിൽ തന്നെ മാറ്റമുണ്ടാക്കുന്ന കാര്യം. LDF അല്ലെങ്കിൽ ഇത് വരുമായിരുന്നു. ഈ പാവങ്ങൾ മാത്രമല്ല, ആ പാവങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള സമൂഹം ഒന്നടങ്കം ചിന്തിക്കുകയാണ്. LDF ഭരണത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടന്നത്. എന്തിന് LDF എന്നതിന് ജനങ്ങൾ തന്നെ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലക്കുണ്ടായ തകർച്ച ധാരാളം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോകുന്നില്ല. സ്കൂളുകൾ തകർന്നു പോയത്, കുട്ടികൾ കൊഴിഞ്ഞു പോയത് എല്ലാം പൊതുവിദ്യാഭ്യാസമേ ഇനി ഉണ്ടാവില്ല എന്ന് കണക്കാക്കിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി നല്ല മാറ്റം അതിൽ കൊണ്ടുവന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തൊരു കാര്യമായതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് എന്തായിരുന്നു പ്രത്യേകത? കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല മികവ് നേടിയ സംസ്ഥാനമാണെന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിരുന്നത്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായിട്ടുള്ളൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു ചെറിയ ചോദ്യം, ദേശീയ തലത്തിലുള്ള 100 സ്ഥാപനങ്ങൾ, അതിൽ കേരളത്തിൽ നിന്നുള്ള എത്ര സ്ഥാപനമുണ്ട്? ഉത്തരവില്ല. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ആരെയും കുറ്റമല്ല, ഇതായിരുന്നു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ. അപ്പം ഇതിന് മാറ്റം വേണ്ടേ? ആ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചു. LDFന് തുടർഭരണം ലഭിച്ചതോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപടികൾ തുടങ്ങി.
6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ അക്കാദമിഷ്യൻസ് അടങ്ങുന്ന കമ്മീഷൻ, അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എവിടെയെത്തി? കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ നേടിയിരിക്കുന്നു. 3-4 യൂണിവേഴ്സിറ്റികൾ A+ നേടിയിരിക്കുന്നു. ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികളെ എടുത്താൽ അതിൽ 2 കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അല്ലെങ്കിൽ 40 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ പിന്നെയും 2 വരും. ദേശീയ തലത്തിലുള്ള 100 കോളേജുകൾ 18 കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റമല്ലേ ഇത്? എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക കോഴ്സുകൾ, നല്ല തോതിൽ യോഗ്യത സമ്പാദിക്കാൻ നമ്മുടെ യുവതക്ക് കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരിതെല്ലാം ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ മാറ്റം അവർ തിരിച്ചറിയുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഉയർന്ന അക്കാദമിക് ശേഷി ഇവിടെ ഞങ്ങൾക്ക് വേണം എന്നാണ് നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായി കോഴ്സുകൾ നല്ലതുപോലെ പുതിയ കോഴ്സുകൾ വരുന്നു. അതിനുവേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നു. ഇപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നല്ല പശ്ചാത്തല സൗകര്യത്തിലേക്ക് മാറുകയാണ്. സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, വിദേശത്ത് നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അവർക്ക് പറ്റും തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ അതുവരെ ഇവിടെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമ്മുടെ യുവതയെ എത്തിക്കുന്നു. അതോടൊപ്പം നല്ല തോതിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവുമുള്ള യുവതിയായി നമ്മുടെ യുവത മാറുന്നു. മത്സരാധിഷ്ഠിതമാണ് ഇന്നത്തെ ലോകം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വികസിത രാഷ്ട്രങ്ങളിലുള്ള യുവതയുമായി അടക്കം മത്സരിച്ച് ജയിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഉയർത്തുന്നു. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അവർ പലരും ഇവിടെ അവർ നേടിയ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് നേടിയ നൈപുണ്യത്തിനനുസരിച്ചുള്ള ജോലി ഇവിടെ ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നല്ല മാറ്റം ആ രംഗത്ത് വരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൻ വ്യവസായങ്ങളും തമ്മിൽ നല്ല ബന്ധം വരുന്നു. ഒരു വ്യവസായത്തിന് പ്രത്യേകമായി വേണ്ടിവരുന്ന കോഴ്സുകൾ അത് കൃത്യമായി കേരളത്തിൽ രൂപം കൊടുക്കുന്നു. അപ്പോൾ ആധുനിക ലോകത്തെ വികസനത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റുക
ഇതാണ് നമ്മുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടത്തേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിന് LDF എന്നതിന് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഉത്തരം പറയുന്നത്. ഇത് LDFന് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ കരുതുകയാണ്. നമ്മുടെ കേരളത്തിലൊരു അനുഭവം 2016 മുൻപ് നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. 56 സംസ്ഥാനം രൂപം കൊണ്ടു. 1957 EMS നേതൃത്വമുള്ള ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് തന്നെ കേരളത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് അത് തുറന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പൊതുധാരണ എന്തായിരുന്നു? ഇതൊരു വ്യവസായത്തിന് പറ്റിയ നാടല്ല. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാമതെത്തുക കേരളത്തിന് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. ആരും ചിന്തിക്കില്ല. എന്തുകൊണ്ട്? 2016 മുൻപ് നമ്മുടെ സ്ഥാനം 28ാമത്തേതായിരുന്നു. ആ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തൽ എങ്ങനെ? അപ്പോൾ സാധാരണഗതിയിൽ ആലോചിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ ആലോചിക്കാൻ കഴിയില്ല എന്ന് വെച്ച് വിട്ടുകളയലാണോ ഒരു ഗവൺമെന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം? ഗവൺമെന്റ് എതിരാണ്. നാടിനെ എല്ലാ മേഖലയിലും പുരോഗതിയിലേക്ക് നയിക്കാനാണ്. അവിടെയാണ് 2016 LDF ഗവൺമെന്റ് ആലോചിക്കുന്നത്, എന്തുകൊണ്ട് കേരളത്തിന് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1ാം സ്ഥാനം നേടിക്കൂടാ? അന്നത്തെ സാഹചര്യം വെച്ചാൽ ഒരു ഭ്രാന്തമായ ആശയമെന്നേ തോന്നൂ. പരസ്യമായിട്ട് പറയാതിരുന്നതുകൊണ്ട് വലിയ എതിർപ്പും പരിഹാസമൊന്നും ഉണ്ടായില്ല. ഏത് നല്ല കാര്യത്തെയും പരിഹസിക്കുന്നവരാണല്ലോ നമ്മുടെ പ്രതിപക്ഷം. ഓർമ്മയില്ലേ കിഫ്ബിയുടെ കാര്യം വന്നപ്പോൾ? കിഫ്ബി നാടിന് നല്ലത് മാത്രമല്ലേ ചെയ്യൂ. വികസനത്തിന് വേണ്ടി ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയായിരുന്നില്ലേ? പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് പ്രത്യേകിച്ചും. പക്ഷെ എത്ര വലിയ പരിഹാസമായിരുന്നു, എത്ര കണ്ട് പുച്ഛിക്കലായിരുന്നു, എത്ര കടുത്ത എതിർപ്പായിരുന്നു. അതല്ലേ നമ്മുടെ നാടിന്റെ അനുഭവം. ഇത് പരസ്യമായി പറയാതെയാണ് ശ്രമം ആരംഭിച്ചത്. എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്തു. അവരുടെ എല്ലാം അഭിപ്രായം കേട്ടു. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അന്നുള്ള മാനസികാവസ്ഥ വലിയ ഘടകമായിരുന്നു. ഒരു മാനസിക ഘടന. വ്യവസായ വകുപ്പിന്റെ അനുമതി മാത്രം പോരാ, ഏറെക്കുറെ എല്ലാ വകുപ്പുകളിലും പോവും. ചില വകുപ്പുകൾ പ്രധാനമായി. ഇവരുടെ എല്ലാം മാനസിക ഘടനയിൽ അനുകൂലമാണ്. അതിന്റെ ബോധവൽക്കരണം നടന്നു. അതോടൊപ്പം വ്യവസായം തുടങ്ങാൻ വേണ്ടി വരുന്ന കൂട്ടർ അതിന്റെ അനുമതിയും ലൈസൻസും നേടാൻ വേണ്ടി പുറപ്പെട്ടാൽ വർഷങ്ങളെടുക്കുമായിരുന്നു. മനമെടുപ്പുണ്ടാവും അവർക്ക്. നിയമപ്രകാരം ഉറപ്പ് നൽകി. എന്തായിരുന്നു? ഒരു നിക്ഷേപകൻ നിശ്ചിത വ്യവസായം തുടങ്ങാം. അതിന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം എല്ലാം ക്രമത്തിലാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ തുടങ്ങാം.
അനുമതിയും ലൈസൻസോ അതൊക്കെ 3 വർഷം കൊണ്ടെടുത്താൽ മതി. നിയമപ്രകാരം ഇത് ഉറപ്പാക്കി. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കാലം കടന്നു പോകുമല്ലോ. 2021 തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. 2021 തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരെ എന്താണോ കേരളത്തിൽ നടപ്പാക്കിയിരുന്നത് അവിടുന്ന് ഈ തുടർഭരണം ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനായി. അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1-ാം സ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. ഒരു വർഷമല്ല, തൊട്ടടുത്ത വർഷവും ലഭിച്ചു. സ്ഥിരമായിട്ട് ഇപ്പോൾ കിട്ടുന്നു. ഇത് LDF അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയും. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം നിലവന്നപ്പോൾ എന്താ അവസ്ഥ? കൊച്ചിയിലെ ഒരു ആഗോള നിക്ഷേപ സംഗമം നടത്തി. അതില് കേരളത്തിലെ നിക്ഷേപം എന്നതിലൊക്കെ വന്ന ഓഫർ എത്രയാണെന്നറിയോ? 2 ലക്ഷം കോടി രൂപയുടെ. ദാവോസിലൊരു ആഗോള സമ്മിറ്റ് ഉണ്ടായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ പങ്കെടുക്കുന്ന. കേരളവും അവിടെ ചെന്നു. കേരളത്തെ അവർ കണ്ടു അവിടെ വെച്ച്. എത്രയാ നിക്ഷേപം വാഗ്ദാനം? 1,18,000 കോടി രൂപ. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇന്ന് കേരളം കേവലമായൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം മാത്രമല്ല. ആളുകൾ കാണുന്നത് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലം കേരളമെന്നാണ്. ആ തരത്തിൽ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളടക്കം നമ്മുടെ നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. ഒരു വ്യവസ്ഥയെ നമുക്കുള്ളൂ, റെഡ് കാറ്റഗറി പറ്റില്ല. നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കില്ല, മറ്റെല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അഭൂതപൂർവമായ വളർച്ചയിലേക്ക് കേരളം നീങ്ങാൻ പോകുന്നു. ഇതൊക്കെ നാം അനുഭവിക്കുന്ന വസ്തുതകളാണല്ലോ. ഈ കാര്യങ്ങൾ LDF അല്ലെങ്കിൽ ഇവിടെ നടക്കുമായിരുന്നോ? LDF ആയതുകൊണ്ടല്ലേ നടന്നത്. മറ്റുള്ളവർക്ക് ആലോചിക്കാൻ കഴിയോ ഇത്? ഇപ്പൊ നമ്മുടെ കേരളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം, ഈ 10 വർഷക്കാലവും നിലനിൽക്കുന്നൊരു പ്രത്യേകതയുണ്ടല്ലോ. ആ പ്രത്യേകത ഇവിടെ വർഗീയ സംഘർഷമില്ല, വർഗീയ കലാപമില്ല. വസ്തുതയല്ലേ അത്? നമ്മുടെ കേരളത്തിലെ വർഗീയ ശക്തികൾ ഇല്ലാതായോ? ചില വർഗീയ ശക്തികൾ അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് ധരിക്കുന്നവരാണ്. നമ്മുടെ നാട് ഈ 10 വർഷം വർഗീയ കലാപമില്ല എന്ന് പറയുമ്പോൾ മുൻപ് വർഗീയ കലാപമൊന്നും ഇല്ലാത്ത നാടായിരുന്നോ? ഏതെല്ലാം തരം കലാപങ്ങൾ, എന്തെല്ലാം സംഘർഷങ്ങൾ, എത്ര ജീവനുകൾ അപഹരിക്കപ്പെട്ടു, എത്ര പേർക്ക് മാരകമായ പരിക്കേൽക്കേണ്ടി വന്നു. വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാം കൊള്ളയടിക്കുന്ന സ്ഥിതി, തകർക്കുന്ന സ്ഥിതി എല്ലാം ഉണ്ടായില്ലേ? എല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതല്ലേ? ആ കേരളമല്ലേ വർഗീയ സംഘർഷമില്ലാത്ത,
വർഗീയ കലാപമില്ലാത്ത നാടായി മാറുന്നത്? എല്ലാവരും അനുഭവിക്കുന്നു ശാന്തിയും സമാധാനവും. പലരും കൊതിക്കുന്നു കേരളത്തെ പോലെ ശാന്തിയുള്ള സമാധാനമുള്ള ഒരു നാട്. അത് കേരളത്തിന് പുറത്തുള്ളവർ കൊതിക്കുന്നു. എന്തുകൊണ്ടാണത്? എങ്ങനെയാണ് അത്തരമൊരു നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത്? LDF. എന്താണ് LDFന്റെ പ്രത്യേകത? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല. ഒരു വർഗീയതയോടും ചാരി നിൽക്കില്ല. ഒരു വർഗീയതയെയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതക്കുമെതിരെ ഉറച്ച നിലപാട്. അതല്ലേ? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ പുറപ്പെട്ടാൽ കർക്കശമായ ഇടപെടൽ വരുന്നു. മുഖം നോക്കില്ല. പൂർണ്ണമായി അത് അടിച്ചമർത്തും. അതാണ് സമാധാനത്തിന്റെ ഉറപ്പ്. ആ നിലപാട് LDF അല്ലെങ്കിൽ സ്വീകരിക്കാനാവുമോ? വർഗീയ ശക്തികളോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്ന മറ്റ് ശക്തികളെ നമുക്കറിയാലോ. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? അപ്പൊ എന്തുകൊണ്ട് LDF നാടിന്റെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർ പറയുന്നു LDFന് മാത്രമേ അത് നിർവഹിക്കാനാകൂ എന്ന്? എന്തിന്? എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നാട്ടുകാർ തന്നെ ഇതിനെല്ലാം ഉത്തരം പറയുകയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിലേക്ക് നാം നീങ്ങുന്നു. ഈ പറഞ്ഞ വസ്തുതകൾ മാത്രമല്ല, ഒരുപാട് വസ്തുതകൾ നിങ്ങളെല്ലാം മനസ്സിലുണ്ടാവും. LDF ഗവൺമെന്റിനെ അത് വെച്ചുകൊണ്ട് നേരിടാൻ UDFനോ BJPക്കോ കഴിയില്ല. ഇവിടെ നമ്മുടെ നാടിനോട് പ്രത്യേകമായ പക, വിദ്വേഷം, അതാണ് BJPയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം ആ തരത്തിലുള്ളതാണ്. ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ ദുരന്തങ്ങളിലൊന്നിലും നമ്മെ സഹായിക്കാൻ തയ്യാറായില്ല. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം മുതൽ ഇപ്പോൾ വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വരെ തീവ്രമായ ദുരന്തങ്ങൾ. സഹായം മാത്രമില്ല, രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായമുണ്ട്. ചിലയിടങ്ങളിൽ പ്രകൃതി ദുരന്തം ഉണ്ടായേക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസായി സഹായം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രം സഹായമില്ല. നമ്മളെ നെഞ്ചേറ്റിയ ചില രാജ്യങ്ങൾ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞു. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹമായിരുന്നു നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രി. ആ ഘട്ടത്തിൽ അവിടെ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ രാജ്യം സഹായിച്ചു, രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളും സഹായിച്ചു. ആ സഹായമെല്ലാം വാങ്ങി ഗുജറാത്തിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിരിക്കുമ്പോൾ കേരളത്തിന് സഹായമില്ല
സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? കേരളത്തോട് രാഷ്ട്രീയ വിരോധം, ബി.ജെ.പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSനെയും ബി.ജെ.പിയെയും മതനിരപേക്ഷതയുടെ വിളനിലമായ കേരളം അംഗീകരിക്കുന്നില്ല. ആ പക, ആ വിദ്വേഷം നാടിനും ജനങ്ങൾക്കുമെതിരെ എന്ന നിലയിൽ പ്രയോഗിക്കുന്നു. അതാണ് ഉണ്ടായത്. എന്നാൽ 2016 വരെ കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്നൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്, അതടക്കമുള്ള UDF. അവർക്കെങ്ങനെ കേരളത്തോട് വിരോധം വന്നു? അവരും ഫലത്തിൽ ബി.ജെ.പിയുടെ നിലപാടാണല്ലോ സ്വീകരിച്ചത്. ബി.ജെ.പിയുടെ നിലപാട് കേരളത്തിനെതിരെ തിരിയുമ്പോൾ കേരളത്തിന് താൽപ്പര്യത്തിൻ്റെ ഭാഗത്തു നിന്ന് അരുത് എന്ന് പറയാൻ UDFനാവണ്ടേ? മഹാപ്രളയത്തിൻ്റെ കാലത്ത് പാർലമെന്റിലുണ്ടായിരുന്ന UDFന്റെ എംപിമാർ മഹാഭൂരിപക്ഷം കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരയക്ഷരം സംസാരിച്ചില്ല. അഥവാ സംസാരിച്ചെങ്കിൽ അത് കേരളത്തിനെതിരെ. ഓർമ്മയില്ലേ ഒരു ഘട്ടം? നമ്മുടെ കയ്യിൽ കാശില്ല, കാശ് വേണം, എല്ലാ മാർഗവും നോക്കുന്നു. സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിലെ ചില ദിവസങ്ങളിലെ ശമ്പളം സർക്കാരിന് തരണം. താങ്ങാവുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. സംഭാവനയല്ല, കടമായി തരണം. ജീവനക്കാർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഇടപെടുന്നു. കൊടുക്കാൻ പാടില്ല. എന്താ വികാരം? അതിനെതിരെ കേസിന് പോയില്ലേ? കേരളം തകരട്ടെ എന്ന് ചിന്തിച്ച ബി.ജെ.പിയും ഇവിടെയുള്ള UDFും എന്ത് വ്യത്യാസം? ഒരേ മനോഭാവം, കേരളത്തിനെതിരെയുള്ള ഒരേ മനോഭാവം. നമ്മൾ ആലോചിച്ച് നോക്കണം, എവിടെയെങ്കിലും ഇങ്ങനൊരു അവസ്ഥ കാണുമോ? എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കും. മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെ, പക്ഷേ ഒന്നിച്ചു നിന്നുകൊണ്ട് ശബ്ദമുയർത്തും. നമുക്ക് മാത്രം അതിന് കഴിയുന്നില്ല. വളരെ സങ്കുചിതമായ മാനസിക നില. ഒരുപാട് ഘട്ടങ്ങൾ വന്നു. വിശദമായി ഞാനിപ്പോൾ പോകാതിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം തയ്യാറല്ല, ഞങ്ങളില്ല. അപ്പൊ ആരുടെ കൂടെ? കേരളത്തിന്റെ ആവശ്യമാണല്ലോ ഉയർത്തുന്നത്. കേരളത്തിനോടൊപ്പം നിൽക്കാൻ അവർക്ക് മനസ്സില്ല. അതെവിടം വരെ എത്തിയെന്ന് നോക്കണം. കഴിഞ്ഞ 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് നടന്നു. കേരളത്തിന് പുറത്ത് എല്ലാവരും ഒന്നിച്ച് കേരളത്തിലെ UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. INTUC അടക്കമുള്ള അവരുടെ സംഘടനകൾ യോജിക്കാൻ പാടില്ല. ആർക്ക് സഹായം? യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണമെന്ത്? അതുകൊണ്ട് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാവുമോ? ബി.ജെ.പിക്കെതിരെയുള്ള യോജിച്ച പ്രക്ഷോഭത്തിന് കേരളത്തിൽ ഇടം കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കാൻ എന്തേ കാരണം? ഇതെല്ലാം നമ്മുടെ അനുഭവമാണ്. എന്നാൽ ഈ ദുരനുഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിജീവിച്ചു വന്നു. നമ്മുടെ അതിജീവനം രാജ്യത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തി. എങ്ങനെ ഈ നാടിന് ഇത്ര കണ്ട് അതിജീവനം നടത്താനായി?
എന്താ അതിന് കാരണം? ജനങ്ങളും നാടും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. ഒരുമയും ഐക്യവും, നാടിന്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും, അതാണ് ഇത്തരത്തിൽ അതിജീവനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ വസ്തുതകൾ വെച്ച് നേരിടാനാകാത്തതുകൊണ്ട് നുണകൾ വല്ലാതെ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള നുണകളാണ്. പരസ്യമായി പറയുന്ന നുണകളുണ്ട്, രഹസ്യമായി പറയുന്ന നുണകളുണ്ട്. പരസ്യമായി പറയുന്ന നുണകളെ പരസ്യമായി പ്രതിരോധിക്കാം. രഹസ്യമായി പ്രചരിപ്പിക്കുന്ന നുണകളെ അതറിയാനുള്ള സംവിധാനമുണ്ടാകണം. അറിയാൻ വേറെ മാർഗമൊന്നുമില്ല. വീട് കയറി തെറ്റായ പ്രചരണം, നുണ പ്രചരിപ്പിക്കുകയാണ്. വീട്ടിലെത്തിയാൽ അപ്പോൾ കാര്യങ്ങൾ അറിയും. LDF പ്രവർത്തകരുടെ മുന്നിലും കുറുക്കു വഴികളൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും എത്തണം, അവരുമായി സംവദിക്കണം. ഏതെങ്കിലും കുപ്രചരണം അവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ അത് വ്യക്തമാവും. അപ്പോൾ കാര്യങ്ങൾ വിശദമാക്കാൻ കഴിയും. നുണക്ക് ഒരിടം വരെ ആയുസുള്ളൂ, യഥാർത്ഥ കാര്യങ്ങൾ ചെന്നെത്തുന്നിടം വരെ. വസ്തുതകൾ ശരിയായ രീതിയിൽ അറിയുമ്പോൾ നുണ താനേ പൊളിയും. ആ ഉത്തരവാദിത്വം എല്ലാ LDF പ്രവർത്തകരും ഏറ്റെടുക്കണം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് മാത്യു ടി തോമസ് തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. മാത്യു ടി തോമസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു നിയമസഭയുടെ എസറ്റാണ് അദ്ദേഹം. ഇപ്പോൾ സാധാരണ നിലയിൽ നിയമസഭയിലെ പെർഫോമൻസ് വെച്ചാൽ ഞങ്ങൾ ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും മാത്യു ടി തോമസിൻ്റെ ഊഴം വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തെ ശ്രദ്ധിക്കും. കാരണം പറയുന്ന കാര്യങ്ങളിൽ നല്ല അവഗാഹമായ അറിവ് അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മനസ്സിൽ തന്നെയുണ്ട്. അങ്ങനെ നിയമസഭാ പ്രവർത്തനത്തിലെ ഒരു അധികായൻ എന്ന നിലയിലാണ് മാത്യു ടി തോമസ് നിലകൊള്ളുന്നത്. ഇവിടെ തിരുവല്ലയുടെ പ്രിയപ്പെട്ട ആളാണ് മാത്യു ടി തോമസ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷം, കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. നേരത്തെ അദ്ദേഹം പറയുന്നത് കേട്ടു, ചിഹ്നത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന്. പക്ഷേ കേട്ട ഒരു കേൾവിക്ക് തന്നെ മനസ്സിലാകുന്ന ചിഹ്നമാണ് ഇപ്പോൾ മോതിരമാണ്. അതുകൊണ്ട് ആ മോതിരം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.